നമസ്കാരം. ഷാറൂഖ് ഖാന്റെ മകൻ ആര്യൻ ഖാൻ സംവിധാനം ചെയ്ത ബാഡാഷ് എന്ന് പറയുന്ന ചിത്രവുമായി ബന്ധപ്പെട്ടുള്ള നിരവധി വിമർശനങ്ങളും വിവാദങ്ങളും ഒക്കെ സോഷ്യൽ മീഡിയയിൽ നമ്മൾ വലിയ രീതിയിൽ കേട്ടിട്ടുള്ളതാണ്. ഇപ്പോൾ ഇതാ ആ ഒരു സിനിമയുമായി ബന്ധപ്പെട്ടുള്ള ഏറ്റവും പുതിയൊരു അപ്ഡേറ്റ് പുറത്തു വന്നിരിക്കുകയാണ്. അതായത് ഈ ഒരു സിനിമയ്ക്കെതിരെ സമീർ എന്ന് പറയുന്ന ഒരു വ്യക്തി ഡൽഹി ഹൈക്കോടതിയിൽ ഒരു പരാതി നൽകിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു സിനിമയിലുള്ള പല ഭാഗങ്ങളും തന്റെ കുടുംബത്തെയും തന്നെയും മോശം രീതിയിൽ പരാമർശിക്കുകയും തന്നെ അപകീർത്തിപ്പെടുത്തുന്ന രീതിയിലായിരുന്നു എന്നുള്ള ഒരു കാര്യം ചൂണ്ടിക്കാട്ടിക്കൊണ്ടായിരുന്നു സമീർ ഡൽഹി ഹൈക്കോടതിയിൽ ഒരു പരാതി നൽകിയിട്ടുള്ളത്. ഇതിന്റെ പേരിൽ ഒന്ന് രണ്ട് സിറ്റിംഗും കാര്യങ്ങളൊക്കെ കോടതി നടത്തുകയും അതിന്റെ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇതാ ഡൽഹി ഹൈക്കോടതി പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് സമീറിന് വേണമെങ്കിൽ ഈ കേസുമായിട്ട് മുംബൈ ഹൈക്കോടതിയെ സമീപിക്കാമെന്നും അതിന്റെ ബാക്കി കാര്യങ്ങൾ ചെയ്യാമെന്നുള്ള രീതിയിലാണ് ഇപ്പം ഡൽഹി ഹൈക്കോടതിയിൽ നിന്നിട്ട് ഒരു വിധി വന്നിട്ടുള്ളത്. അപ്പൊ നമുക്ക് എന്താണ് ഈ ഒരു സിനിമയും ഈ സിനിമയുമായിട്ട് സമീറിന്റെ ബന്ധവും ആര്യൻ ഖാൻ എങ്ങനെയാണ് ഈ ഒരു വ്യക്തിയെ ഈ ഒരു സിനിമയിലൂടെ താറടിച്ച് കാണിച്ചത് എന്നുള്ളതൊക്കെ നമുക്കൊന്ന് വിശദമായിട്ട് നോക്കാം. ആര്യൻ ഖാന്റെ നെറ്റ്ഫ്ലിക്സ് പരമ്പരയ്ക്കെതിരെ സമർപ്പിച്ച ഹർജി ഡൽഹി ഹൈക്കോടതി തള്ളിയതിന് പിന്നാലെ മുംബൈ ഹൈക്കോടതിയെ സമീപിച്ച് ഇന്ത്യൻ റവന്യൂ ഉദ്യോഗസ്ഥൻ സമീർ വാങ്കഡെ. കേസ് പരിഗണിക്കാൻ പ്രാദേശിക അധികാര പരിധിയില്ലെന്ന് പറഞ്ഞ് ഹർജി തള്ളിയ ഡൽഹി ഹൈക്കോടതി തന്നെയാണ് മുംബൈ ഹൈക്കോടതിയെ സമീപിക്കാൻ നിർദ്ദേശിച്ചത്. വാങ്കഡയുടെ വസതിയും ഷാറൂഖ് ഖാന്റെ പ്രൊഡക്ഷൻ ഹൗസായ റെഡ് ചില്ലീസിന്റെ ഓഫീസും സ്ഥിതി ചെയ്യുന്നത് മുംബൈയിലായതിനാലാണ് കേസ് മുംബൈയിലേക്ക് മാറ്റണമെന്ന് നിർദ്ദേശിച്ചത്. ഹർജി പരിഗണിക്കുന്നതിനായി ഈ മാസം 12-ന് ഇരു കക്ഷികളോടും കോടതിയിൽ ഹാജരാവാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. മുംബൈയിലെ സിവിൽ കോടതിയായ ദിൻ ദേശായിലാണ് ഹർജി പരിഗണിക്കുക. പരമ്പരയിലെ ചില രംഗങ്ങൾ അപകീർത്തികരവും തന്റെ പ്രശസ്തിക്ക് കോട്ടം വരുത്തുന്നതുമാണെന്ന് ആരോപിച്ചായിരുന്നു സമീർ വാങ്കഡയുടെ പരാതി. പരമ്പരയിൽ നിന്ന് രംഗങ്ങൾ നീക്കം ചെയ്യുന്നതുൾപ്പെടെ ഷാറൂഖ് ഖാന്റെ പ്രൊഡക്ഷൻ ഹൗസായ റെഡ് ചില്ലീസ് എന്റർടൈൻമെന്റ്സിനും OTT പ്ലാറ്റ്ഫോമായ നെറ്റ്ഫ്ലിക്സിനുമെതിരെ ഇടക്കാല നിർദ്ദേശങ്ങൾ തേടിയാണ് വാങ്കഡെ കോടതിയെ സമീപിച്ചത്. പരമ്പരയിൽ തന്റെ രൂപത്തിലോടും പെരുമാറ്റ രീതികളോടും സാമ്യമുള്ള കഥാപാത്രമുണ്ടെന്നും അതിലൂടെ തന്നെ അപകീർത്തിപ്പെടുത്താനാണ് ആര്യൻ ഖാൻ ശ്രമിക്കുന്നതെന്നും വാങ്കഡെ ആരോപിച്ചു. 2021-ലെ മയക്കുമരുന്ന് കേസിൽ ആര്യൻ ഖാനെ അറസ്റ്റ് ചെയ്തതിന് പ്രതികാരമായാണ് തന്നെ അപകീർത്തിപ്പെടുത്തിയതെന്നാണ് സമീർ വാങ്കഡയുടെ ആരോപണം. പരമ്പര മയക്കുമരുന്ന് വിരുദ്ധ എൻഫോഴ്സ്മെന്റ് ഏജൻസികളെ തെറ്റിദ്ധരിപ്പിക്കുന്നുവെന്നും നിഷേധാത്മകവുമായ ചിത്രീകരണം പ്രചരിപ്പിക്കുന്നുവെന്നും അതുവഴി നിയമനിർവഹണ സ്ഥാപനങ്ങളിലുള്ള പൊതുജനത്തിന്റെ വിശ്വാസം ഇല്ലാതാക്കുന്നുവെന്നും വാങ്കഡെ ചൂണ്ടിക്കാണിക്കുന്നു. കൂടാതെ പരമ്പര സംപ്രേഷണം ചെയ്തതു മുതൽ തനിക്കും കുടുംബത്തിനുമെതിരെ ട്രോളുകളും ഭീഷണികളും വരുന്നുണ്ടെന്നും വാങ്കഡെ ആരോപിച്ചു. എന്നാൽ സീരീസിലെ ഭാഗങ്ങൾ ആക്ഷേപഹാസ്യം മാത്രമാണെന്നും അപകീർത്തിപ്പെടുത്താൻ ഉദ്ദേശിച്ചിട്ടില്ലെന്നും വിശദീകരണവുമായി സംവിധായകനായ ആര്യൻ ഖാനും നിർമ്മാണ കമ്പനിയും രംഗത്ത് വന്നിരുന്നു. പരമ്പരയിലൂടെ ആർക്കുമെതിരെ അനാദരവ് കാണിക്കാൻ ശ്രമിച്ചിട്ടില്ലെന്നും മറിച്ച് സ്വയം വിമർശിക്കാനാണ് ലക്ഷ്യമിട്ടതെന്നും ആര്യൻ ഖാൻ വ്യക്തമാക്കിയിരുന്നു. ഇതിനിടെ വെബ് സീരീസിന്റെ സംരക്ഷണം തടയണമെന്ന വാങ്കഡയുടെ ഇടക്കാല ഉത്തരവ് കോടതി തള്ളുകയും ചെയ്തിരുന്നു.